AC ത്രൂ ഇൻഡക്ടർ ഓൺലിയിൽ നമ്മൾ EMFനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. കറൻറ്റിനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. EMFനുള്ള ഇക്വേഷൻ E=E0 sin ωt ആയിരുന്നു. കറൻറ്റിനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയതനുസരിച്ച് I=I0 sin ωt മൈനസ് π/2 ആണ്. ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, EMFും കറൻറ്റും ഇൻ ഫേസ് അല്ല, ഔട്ട് ഓഫ് ഫേസ് ആണ്. രണ്ടുപേരും ഒരേപോലെ അല്ല പോകുന്നത്, ഒരാൾ മുന്നിലും ഒരാൾ പുറകിലുമാണ്. ആരാണ് മുന്നിൽ പോകുന്നത്, ആരാണ് പുറകിൽ പോകുന്നത്, അതായത് ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് ലാഗ് ചെയ്യുന്നത്. ഇവിടെ I=I0 sin ωt മൈനസ് π/2 ആയതുകൊണ്ട് കറൻറ്റാണ് ഇവിടെ ലാഗ് ചെയ്യുന്നത്, EMF ആണ് ലീഡ് ചെയ്യുന്നത്. എത്ര ആംഗിളിലാണ് EMF ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ആംഗിളിലാണ് കറൻറ്റ് ലാഗ് ചെയ്യുന്നത്, ആംഗിളാണ് π/2, 90 ഡിഗ്രി. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഒരു ഫേസർ ഡയഗ്രം വരയ്ക്കണം, അതുപോലെ ഒരു ഗ്രാഫും വരയ്ക്കണം. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഫേസർ ഡയഗ്രം വരയ്ക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന EMF അത് സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് EMFൻ്റെ ഫേസറിനെ ഞാൻ സ്റ്റാൻഡേർഡാക്കി ആദ്യമേ വരച്ചു. ഇതാണ് ഒരു y പ്രൈം ആക്സിസ്, ഇത് OX, X ആക്സിസ് ആണ്. ഇതാണ് ഒറിജിൻ. OA എന്ന് പറയുന്ന ഒരല്പം നീളം കൂടിയ ആ ഒരു ഫേസർ, നേരത്തെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് EMFൻ്റെ ഫേസറിന് നീളം കൂടുതലെന്നുള്ളതും കറൻറ്റിൻ്റെ ഫേസിന് നീളം കുറവെന്നുള്ളതും. ഇവിടെ OA എന്ന് പറയുന്നത് EMFൻ്റെ ഫേസറാണ്. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്ത്താണ് അതിൻ്റെ മാക്സിമം വാല്യൂ E0. ഇനി OA എന്ന് പറയുന്ന EMFൻ്റെ ഫേസർ നമ്മുടെ ഈ OY പ്രൈം ആക്സിസിൽ അല്ലെങ്കിൽ OY ആക്സിസിൽ, അതും അല്ലെങ്കിൽ Y പ്രൈം ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷനാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF. നമ്മുടെ EMFൻ്റെ ഫേസറും X ആക്സിസും തമ്മിലുള്ള ഒരു ആംഗിൾ, അതല്ലെങ്കിൽ ആ EMF ഫേസറിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ωt. എല്ലാ കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൊജക്ഷൻ E0 മാക്സിമം വാല്യൂ സൈൻ ωt ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഈ EMFൻ്റെ ഫേസറിനെ മുൻനിർത്തി വേണം നമ്മൾ കറൻറ്റിൻ്റെ ഫേസറിന് വരയ്ക്കാനായിട്ട്. നമുക്കറിയാവുന്നൊരു കാര്യം, ഈ രണ്ട് ഫേസറുകളും കറൻറ്റിൻ്റെയും EMFൻ്റെയും ഫേസറുകളും രണ്ട് ഫേസറുകളും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മളവരെ ഫേസർ എന്ന് വിളിക്കുന്നത്. ഒരു ആംഗുലർ വെലോസിറ്റി ഉണ്ടായിരിക്കും, അതാണ് ഒമേഗ. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, EMF ഫേസറിൻ്റെ പിന്നിലാണ് ആര് വരുന്നത്, കറൻറ്റിൻ്റെ ഫേസർ വരുന്നത്. എത്ര ഡിഗ്രി പിന്നിലാണ്? 90 ഡിഗ്രി പിന്നിലാണ്. അതുകൊണ്ട് OA എന്ന് പറയുന്ന ആ EMFൻ്റെ ഫേസറിന് 90 ഡിഗ്രി ആയിട്ട് വേണം നിങ്ങൾ കറൻറ്റിൻ്റെ ഫേസർ വരയ്ക്കാനായിട്ട്. OB ആണ് കറൻറ്റിൻ്റെ ഫേസർ. OAയും OBയും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അതിവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി OBയുടെ ലെങ്ത്ത് കുറച്ച് വേണം വരയ്ക്കാൻ. അതായത് കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും EMFൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും കുറവായിരിക്കും. നോക്കാം നമുക്ക്. I0 എന്ന് പറയുന്നത് OBയുടെ ലെങ്ത് ആണ്, മാക്സിമം വാല്യൂ. I എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവുമാണ്. ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയുമാണ്. ഈ രീതിയിലാണ് നമ്മുടെ AC ത്രൂ ഇൻഡക്ടർ ഓൺലിയിൽ ഫേസർ ഡയഗ്രം വരിക. EMFൻ്റെ ഫേസർ OA, അതിന് 90 ഡിഗ്രി പിന്നിലാണ് കറൻറ്റിൻ്റെ ഫേസർ OB. OAയും OBയും 90 ഡിഗ്രി, അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. EMFൻ്റെ ആംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ωt-യുമാണ്. ഇത്രയുമാണ് നമുക്ക് ഫേസർ ഡയഗ്രത്തിൽ പറയാനുള്ളത്. ഇനി ഗ്രാഫ് ഏത് രീതിയിൽ വരും? നമ്മൾ റെസിസ്റ്റർ ഓൺലിയിൽ ഗ്രാഫുകൾ ഒരേപോലെയാണ് വരച്ചത്. അതായത് കറൻറ്റ് എപ്പോഴാണ് 0 ആകുന്നത് അപ്പോൾ തന്നെ EMF 0. തിരിച്ച് പറയുകയാണെങ്കിൽ EMF 0 ആകുന്ന സമയത്ത് തന്നെ കറൻറ്റ് 0 ആകുന്നു. EMF പോസിറ്റീവ് മാക്സിമം ആകുമ്പോൾ കറൻറ്റും പോസിറ്റീവ് മാക്സിമം ആകുന്നു. EMF വീണ്ടും 0 ആകുമ്പോൾ കറൻറ്റ് 0 ആകുന്നു. EMF നെഗറ്റീവ് മാക്സിമം ആകുമ്പോൾ കറൻറ്റും നെഗറ്റീവ് മാക്സിമം ആകുന്നു. വീണ്ടും EMF 0 ആകുമ്പോൾ കറൻറ്റും 0 ആകുന്നു. അതിന് കാരണം റെസിസ്റ്റർ ഓൺലിയിൽ രണ്ടുപേരും EMFും കറൻറ്റും ഇൻ ഫേസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ, ഒരല്പം വ്യത്യസ്തമാണ്. EMFും കറൻറ്റും ഇൻ ഫേസ് അല്ല, ഔട്ട് ഓഫ് ഫേസ് ആണ്. അതായത് ഒരു കാര്യം ചെറുതായിട്ടൊരു ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. O എന്ന് പറയുന്നത്, അതായത് ഇത് ഞാൻ ഒരല്പം വളച്ച് ഇവിടേക്ക് എത്തിച്ചു. ഇതാണ് ഇപ്പോൾ OA. ഇതാണ് നമ്മുടെ കയ്യിലുള്ള EMFൻ്റെ ഫേസർ എന്ന് വിചാരിക്കുക. ഇപ്പോൾ OA ആണ് EMFൻ്റെ ഫേസർ.
ഈ OA ഞാനൊരു അല്പം ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഈ രീതിയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ OB എങ്ങോട്ട് പോകും? നേരെ ഈ ഒരു ഭാഗത്തേക്ക് പോകും. കാരണം OAയും OBയും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അതിൻ്റെ അർത്ഥം OA എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് ആക്സിസുമായിട്ട് കോയിൻസൈഡഡാണ്. ω t എത്രയാണ്? 0 ആണ്. പക്ഷേ ഇവിടെ OB എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇവിടെ എന്താ പറയുക, മാക്സിമം ആയിരിക്കും. ഇവിടെ OB എന്ന് പറയുന്ന ഈ ലെങ്ത്ത് മാക്സിമം ആയിരിക്കും. അതല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെയുള്ള OAയും ഇവിടെയുള്ള OBയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഞാനിതിനെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ OA ഇവിടെ 0 വരും, ഇവിടെ മാക്സിമവും വരും, നെഗറ്റീവ് മാക്സിമവും വരും. അതായത് നോക്കുക, EMF തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. പക്ഷേ കറൻറ്റ് അപ്പോൾ നെഗറ്റീവ് മാക്സിമം ആയിരിക്കും. പിന്നീട് EMF പോസിറ്റീവ് മാക്സിമം ആകുമ്പോൾ കറൻറ്റ് 0 ആകും. പിന്നീട് കറൻറ്റ് ഇവിടെ നമ്മൾ ഈ ബ്ലൂ ലൈനിൽ വരച്ചിരിക്കുന്നത് EMFൻ്റെ ഗ്രാഫാണ്. EMFൻ്റെ ഗ്രാഫാണ്. ഇത് കറൻറ്റിൻ്റെയും ഗ്രാഫാണ്. ഇവിടെ ω t നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ EMF അതല്ലെങ്കിൽ കറൻറ്റ് പ്ലോട്ട് ചെയ്യാം. ഈ മാക്സിമം വാല്യൂ ആണ് E0, ഇവിടെയുള്ള ഈ മാക്സിമം വാല്യൂ ആണ് I0. ഇനി ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ EMF മുന്നിലും കറൻറ്റ് പുറകിലുമാണ്. ഇനി ഈ ഒരു ഫേസർ നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു OA എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, അതായത് EMF തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു B നേരെ ഇങ്ങോട്ട് വരും, നെഗറ്റീവ് മാക്സിമം ആയിരിക്കും. EMF 0 ആണ്, നമ്മുടെ കറൻറ്റ് നെഗറ്റീവ് മാക്സിമം. പിന്നീട് തിരിഞ്ഞിട്ട് നേരെ EMF പോസിറ്റീവ് മാക്സിമം ആകുമ്പോൾ കറൻറ്റ് 0. പിന്നീട് EMF 0 ആകുമ്പോൾ ഇതാണ് EMF 0 ആകുന്നത്, അപ്പോൾ കറൻറ്റ് പോസിറ്റീവ് മാക്സിമം. പിന്നീട് നോക്കുക, കറൻറ്റ് ഇത് 0 ആണ്, അപ്പോൾ EMF എന്താണ്? നെഗറ്റീവ് മാക്സിമം ആണ്. അതായത് 90 ഡിഗ്രിക്ക് കറൻറ്റ് പുറകിലാണ് വരുന്നത്. EMF ഈ ഒരു ബ്ലൂ ഗ്രാഫ് സ്റ്റാൻഡേർഡായിട്ട് വരച്ചിട്ടേക്കുക നിങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷനും E=D0 sin ω t എന്ന് പറയുന്ന ഒരു ഇക്വേഷനും സ്റ്റാൻഡേർഡായിട്ട് എഴുതി വെച്ചേക്കുക. ഇതിനനുസരിച്ച് വേണം നമ്മൾ കറൻറ്റിൻ്റെ ഫേസർ വരയ്ക്കാനും കറൻറ്റിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും. ഒരിക്കൽ കൂടി പറയാം, EMF ഈ ബ്ലൂ ലൈനാണ് EMFൻ്റെ ഗ്രാഫ്. ബ്ലൂ ലൈൻ EMF 0 ആകുമ്പോൾ കറൻറ്റ് നെഗറ്റീവ് മാക്സിമം, അതായത് 90 ഡിഗ്രിക്ക് പുറകിലാണെന്ന്. ഇനി നമ്മുടെ EMF കയറി പോസിറ്റീവ് മാക്സിമം ആകുമ്പോൾ കറൻറ്റ് 0 ആയിരിക്കും. പിന്നെ EMF നേരെ താഴേക്ക് ഇറങ്ങി 0 ആകുമ്പോൾ കറൻറ്റ് പോസിറ്റീവ് മാക്സിമം ആയിരിക്കും. പിന്നെ നമ്മുടെ EMF വീണ്ടും താഴേക്ക് ഇറങ്ങി നെഗറ്റീവ് മാക്സിമം ആകുമ്പോൾ കറൻറ്റ് അപ്പോൾ 0 ആയിരിക്കും. അതായത് ഇവർ രണ്ടുപേരും ഒരേപോലെ പോകില്ല, എപ്പോഴും കറൻറ്റ് ഒരു 90 ഡിഗ്രി പുറകിലായിരിക്കും. ഇത്രയുമാണ് നമുക്ക് ഗ്രാഫിലും പറയാനുള്ളത്. നിങ്ങൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? കറൻറ്റിൻ്റെയും EMFൻ്റെയും ഫേസർ 90 ഡിഗ്രിയിൽ വരയ്ക്കണം. EMFൻ്റെ ഫേസർ നിങ്ങൾക്ക് വേണമെങ്കിൽ OA ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ഒരല്പം നീളം കൂട്ടി വരയ്ക്കുക. കറൻറ്റിൻ്റെ ഫേസർ നീളം കുറച്ച് വരയ്ക്കുക. രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നും പറയുക. ഇക്വേഷനും എഴുതണം. അതിനുശേഷം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ഗ്രാഫ് സ്റ്റാൻഡേർഡായിട്ട് വരച്ചിട്ടേക്കുക. EMFൻ്റെ ഗ്രാഫ് സ്റ്റാൻഡേർഡായിട്ട് വരച്ചിട്ടേക്കുക. അതിനനുസരിച്ച് കറൻറ്റിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഇവിടെ നമ്മുടെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ കറൻറ്റ് എപ്പോഴും ഒരു 90 ഡിഗ്രി പുറകിലാണ്. അതായത് EMF 0 ആകുമ്പോൾ കറൻറ്റ് 0 ആകില്ല, ഒരു 90 ഡിഗ്രി പുറകിൽ, മുമ്പിലല്ല 90 ഡിഗ്രി പുറകിൽ. മുമ്പിലാണെങ്കിൽ EMF 0 ആകുമ്പോൾ കറൻറ്റ് പോസിറ്റീവ് മാക്സിമം ആയേനെ. ഇവിടെ പുറകിലാണ്. EMF 0 ആകുമ്പോൾ കറൻറ്റ് മൈനസ് ഓർ നെഗറ്റീവ് മാക്സിമം ആണ്. പിന്നീട് അതിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് ഗ്രാഫ്, ഇതാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം.